വളരെ ഗൗരവതരമായൊരു വിഷയത്തെയാണ് അന്ന് സഖാവ് കാനൻ രാജേന്ദ്രനും മാക്ട ഫെഡറേഷനും എല്ലാം ഉന്നയിച്ചത്. ആ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്കകത്ത് പലതും ഇന്ന് നമ്മുടെ മുമ്പിൽ പല റിപ്പോർട്ടുകളിലൂടെയും പുറത്തു വന്നിരിക്കുകയുമാണ്. അപ്പോൾ വളരെ ഗൗരവതരമായി അതിനെ കണക്കാക്കേണ്ടതുണ്ട്. സമൂഹവും സർക്കാരും വളരെ ഗൗരവത്തോടുകൂടി ആ മേഖലയെ കാണേണ്ടതുണ്ട്. നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നായിരുന്നു അന്ന് ഉന്നയിക്കപ്പെട്ടത്. ഇന്നും അതേക്കുറിച്ചാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാവുന്നതും ചർച്ചകൾ നടക്കുന്നതും. അപ്പോൾ സർക്കാർ അതിനെ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടെല്ലാം ഉണ്ടായത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങുക തന്നെയും. എൻ്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കർഷകരും കർഷക തൊഴിലാളികളുമാണ്. ആ സൂപ്പർ സ്റ്റാറുകൾ പണി മുടക്കിയാൽ നമ്മുടെ ജീവിതം തകരും. ഇവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല. ഒരു ദിവസം സിനിമ കണ്ടില്ല അതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും ലോകത്തുണ്ടാകാൻ പോകുന്നില്ല. പരാതിക്ക് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടോ ഈ സിനിമാ താരങ്ങളുടെ കാര്യത്തിൽ? ഇല്ല, അത് പറഞ്ഞല്ലോ ഗവൺമെൻറ് അതേക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, വിവിധങ്ങളായ ചർച്ചകൾ നടത്തുന്നുണ്ട്, അതിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ കുറേ നാളുകൾക്ക് മുമ്പ് മുതൽ തന്നെ ഉന്നയിക്കപ്പെട്ട പ്രശ്നമാണ്. ശ്രീ തിലകൻ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അന്നും ഉന്നയിച്ചിരുന്നതാണ്. ഇതെല്ലാം കൂടി വന്നിട്ടാണ് ഇപ്പോൾ നമുക്ക് ചില പ്രതിസന്ധികളും എല്ലാം ഉണ്ടായ അവസരത്തിൽ നമ്മുടെ നാട്ടിലൊരു ഗവൺമെൻറ് മുൻകൈ എടുത്തൊരു കമ്മീഷനെ തന്നെ നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങുക തന്നെ ചെയ്യും. ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഉൾപ്പെടെയാണ് അതൊക്കെ പരിശോധിക്കട്ടെ.